ഇത് കണ്ടില്ലേ, പെരും മഴയാണ് രാവിലെ മുതൽ. ഇതാ കുറേ ദിവസങ്ങളായിട്ട് സത്യത്തിൽ നല്ല മഴയാണ്. അപ്പം ഞാൻ എല്ലാ ദിവസവും നടക്കാൻ പോകുന്നതല്ലേ, അപ്പോൾ ഇന്നും ഞാൻ നടക്കാൻ പോയി. ഇന്നലെയും രാവിലെ മഴയായിരുന്നു, ഇന്നലെയും ഞാൻ നടക്കാൻ പോയി. സാധാരണ റോഡിൽ കാണുന്ന ആൾക്കാരൊന്നും ഇപ്പോൾ കാണാനില്ല. കാരണം 2 ദിവസം മഴ പെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ മടിച്ചിട്ട് വീട്ടിലേക്ക് തന്നെ കൂടുകയാണ്. ഒരു അരമണിക്കൂർ കൂടുതൽ ഉറങ്ങാം, അതാണ് കൂടുതൽ സുഖം എന്ന് വിചാരിക്കുന്ന ഒരു ജനറേഷനാണ് സത്യത്തിൽ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ എന്നോട് 1-2 പേര് ചോദിച്ചു, സാർ ഇപ്പോഴും നടക്കാറുണ്ടോ ഈ പെരുമഴയത്ത് കുടയൊക്കെ എടുത്തിട്ട്? ഞാൻ പറഞ്ഞ്, ഞാൻ മഴയെ ജനറലി ഞാൻ പരിഗണിക്കാറില്ല. എന്താ കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മളൊന്നും ചെറിയ ക്ലാസ്സുകൾ സ്കൂളുകളിൽ 1-ാം ക്ലാസ്സിലോ 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് കളക്ടർക്ക് അവധി കൊടുക്കാനുള്ളൊരു പവറൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസമെങ്കിൽ അന്ന് മഴ പെയ്തിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ദൂരം നടന്നിട്ടാണ് സ്കൂളിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ഇല്ലാത്ത ബുദ്ധിമുട്ട് എന്തിനാണ് ഇപ്പോഴും? മാത്രമല്ല, രാവിലെ നടന്നു കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എനർജി കിട്ടാനുണ്ട്. ആ എനർജി എന്തിനു നമ്മൾ കളയണം? ഉറങ്ങാൻ ഒരുപാട് സമയം നമുക്ക് ഇനിയും കിട്ടും. ഞാൻ എപ്പോഴും അതിശയപ്പെടുന്ന ഒരു വ്യക്തിത്വം, സത്യത്തിൽ ഞാൻ രാവിലെ നടക്കുന്ന ഈ ചെറക്കൽ റെയിൽവേ ഗേറ്റിൻ്റെ അതുവഴി നടന്നിട്ട് കടലായി അമ്പലം വഴി തിരിച്ചു വരിക ചെയ്യുന്നു. ഒരു ബാലകൃഷ്ണേട്ടനുണ്ട്. ബാലകൃഷ്ണേട്ടൻ ഈ ഹാൻഡ് വീവ് വർക്കറാണ്, ഹാൻഡ് വീവ് നെയ്ത്ത് തൊഴിലാളിയാണ്. അദ്ദേഹത്തിന് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 70 മുതൽ 75 വയസ്സ് വരെ ഉണ്ടാവും. മുടിയൊക്കെ മുഴുവനും വെള്ളയാണ്. അപ്പോൾ പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുള്ളൊരു കാര്യം, ഏത് പെരും മഴയായാലും ഏത് വെയിലായാലും എന്തായാലും ബാലകൃഷ്ണേട്ടൻ പണിക്ക് പോകും. ഏകദേശം ഒരു 3-4 കിലോമീറ്റർ നടന്നിട്ടാണ് അദ്ദേഹം ജോലിക്ക് പോകുന്നത്. എല്ലാ ദിവസവും രാവിലെ കൈ കാണിക്കും, വരട്ടെ എന്ന് പറയും. അപ്പോൾ ഞാൻ പല അവസരത്തിലും ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇന്നും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ കണ്ടു അദ്ദേഹത്തിന് ഈ പെരും മഴയത്ത് നടക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അതെ, വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എവിടെയാണ് ശരിയാവുക? കുറച്ച് പ്രായമൊക്കെ ആയി, കയ്യിൽ പൈസ ഇല്ലെങ്കിലൊന്നും നടക്കില്ല. 300 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്രയും ദൂരം നടന്നിട്ട് എല്ലാ ദിവസവും ജോലി ചെയ്യുന്നത്, അതും ഈ 75-ാമത്തെ വയസ്സിൽ. അത്ഭുതം തോന്നും. അപ്പോൾ എന്തുകൊണ്ട് നമുക്കൊക്കെ ആ ഒരു രീതി പിന്തുടർന്നുകൂടാ? എന്തിനും നമ്മൾ മഴയെ ഭയക്കണം? അല്ലെങ്കിൽ ഒരു കുടയെടുത്ത് നടക്കാൻ എന്തിനും നമ്മൾ പേടിക്കണം? എന്തിനും നമ്മൾ കിടന്നിറങ്ങണം?